പ്രഡിക്ഷൻ. സോ 10ാം തീയതിയിലെ കെമിസ്ട്രി എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ എങ്ങനെ പോയാലും ഉറപ്പായിട്ടും ഒരു 6 എണ്ണെങ്കിലും വന്നിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതിനെ പ്രിപ്പയർ ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ലാന്തനോട് കോൺട്രാക്ഷൻ, അതിന്റെ കോൺസിക്വൻസും അതിന്റെ കോസസും പഠിച്ചു വെച്ചോ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് അതേ ചാപ്റ്ററിൽ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഉണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉണ്ട്. പക്ഷേ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പഠിക്കുക, അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കുക, പിന്നെ അതിന്റെ റിയാക്ഷൻസും പഠിക്കുക, ഓർ അതിന്റെ സ്ട്രക്ചറും പഠിച്ചു വെക്കുക. മൂന്നാമത്തതാണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ ചാപ്റ്റർ. അതിൽ ചോദിക്കാം, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, ചിലപ്പം ഇൻഡയറക്ട്ലി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കാം. ആ ഓരോ ടേംസിന്റെ നെയിംസ് എഴുതാനും ചോദിക്കും. അതിനുശേഷം നമ്മൾ വരുമ്പം ആൾഡോൾ കണ്ടൻസേഷനും അല്ലെങ്കിൽ കനീസാറോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുമ്പോൾ നമ്മുടെ ടെസ്റ്റുകൾ, ഹിൻസ്ബർഗ് ടെസ്റ്റും പിന്നെ ലൂക്കാസ് ടെസ്റ്റും. ഏറ്റവും കൂടുതൽ ചാൻസ് ഹിൻസ്ബർഗ് ടെസ്റ്റിനാണ്. അതേപോലെ ലൂക്കാസ് ടെസ്റ്റും ഇമ്പോർട്ടന്റ് അല്ലെന്ന് പറയാൻ പറ്റില്ല, അതും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് നേരെ വരുമ്പോൾ അമീൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബിൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഹെൻറീസ് ലോ അല്ലെങ്കിൽ റോൾസ് ലോ ചോദിക്കും. പിന്നെ നമ്മുടെ ഓർഡർ മോളിക്കുലാരിറ്റി ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡറിന്റെ ഓർഡർ എന്താ, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്, അതിന്റെ സെക്കൻഡ് ഓർഡർ യൂണിറ്റ്, സീറോ ഓർഡറിന്റെ യൂണിറ്റ്, അത് ചോദിക്കാം. പിന്നെ SN1ഉം SN2ഉം റിയാക്ഷനും അതിന്റെ മെക്കാനിസവും അതിന്റെ ഡിഫറൻസ് പഠിച്ചു വെക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണോടെ ഉള്ളൂ, അതായത് നമ്മുടെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് 4 എണ്ണം ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്റെ എക്സാമ്പിൾസ് പഠിക്കുക, അതേപോലെ നെയിമും പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്.